ദിവസം നീണ്ട ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി 1029 കിലോമീറ്റർ ദൂരം പിന്നിട്ട് അൾജീരിയയിലെത്തിയ ലയോ പാപ്പയ്ക്ക് ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. അവർ ലേഡി ഓഫ് ആഫ്രിക്ക ബസിലിക്കയിൽ നടന്ന യോഗത്തോടെയാണ് പാപ്പയുടെ ആഫ്രിക്കൻ യാത്രയുടെ ആദ്യ ദിവസം അവസാനിച്ചത്. ആദ്യ ദിനത്തിൽ അൾജീരിയസിലെ ഗ്രാൻഡ് മോസ്ക് ലയോ 14 പാപ്പ സന്ദർശിച്ചു. അൾജീരിയസിലെ ഗ്രേറ്റ് മോസ്ക് സന്ദർശിച്ച മാർപ്പാപ്പ റെക്ടർ മുഹമ്മദ് മാമൂൺ അൽ ഖസിയുമായി ആശയവിനിമയം നടത്തി. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അൾജീരിയയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം സജീവമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മാർപ്പാപ്പ ഇരുമത വിഭാഗങ്ങളും തമ്മിലുള്ള ബഹുമാനവും സഹിഷ്ണുതയും വരും കാലങ്ങളിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അൾജീരിയയിലെ ജനതയ്ക്കും എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്ത പാപ്പ ജനങ്ങൾക്കിടയിൽ സമാധാനം, നീതി, അനുരഞ്ജനം, ക്ഷമ എന്നിവ വളരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. പിന്നീട് ബോബ് എൽ ഔദിലെ അഗസ്റ്റീനിയൻ മിഷണറി സിസ്റ്റേഴ്സിന്റെ കേന്ദ്രം സന്ദർശിക്കുകയും അൾജീരിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സന്യാസിനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. 1994 1996 ഇടയിൽ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അൾജീരിയയിലെ 19 രക്തസാക്ഷികൾ ഉൾപ്പെട്ട 2 സന്യാസിമാരുടെ സ്മരണയ്ക്കായാണ് പാപ്പയുടെ സന്ദർശനം സമർപ്പിച്ചത്. അൾജീരിയൻ ആഭ്യന്തര യുദ്ധം എന്നറിയപ്പെടുന്ന കറുത്ത ദശകത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന വഴിമധ്യയാണ് 1994 ഒക്ടോബർ 23 സിസ്റ്റർ എസ്തർ പെനിയാഗ്വ അലക്സോണയും സിസ്റ്റർ കരീഡോട്ട് അൽവാരസ് മാർട്ടിനിയും കൊല്ലപ്പെട്ടത്. വിഭജനത്തിന്റെ ലോകത്ത് അൾജീരിയയിലെ ഈ ഐക്യം സമാധാനത്തിന്റെ ഒരു വലിയ അടയാളമാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. തുടർന്ന് അവർ ലേഡി ഓഫ് ആഫ്രിക്ക ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ സംഗമത്തോടെയാണ് ആദ്യ ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ അവസാനിച്ചത്. കനത്ത മഴയെയും കാറ്റിനെയും അവഗണിച്ച് നൂറുകണക്കിന് വിശ്വാസികളും വിവിധ മതവിഭാഗങ്ങളിലുള്ളവരും മാർപ്പാപ്പയെ സ്വീകരിക്കുവാൻ പലയിടങ്ങളിലും തടിച്ചുകൂടിയിരുന്നു. പുരാതനമായ ഒരു പൈതൃകത്താലും വിശ്വാസത്തിന്റെ തിളക്കമാർന്ന സാക്ഷികളാലും ആഴപ്പെടുത്തപ്പെട്ട ഈ മണ്ണിൽ നിങ്ങളുടെ വേറിട്ടതും വിലയേറിയതുമായ സാന്നിധ്യം ആഴമായ സന്തോഷത്തോടും പിതൃതുല്യമായ വാത്സല്യത്തോടും കൂടിയാണ് താൻ കാണുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. ആദ്യം പ്രാർത്ഥന. നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ഹൃദയത്തെ ഒന്നിപ്പിക്കുന്നു, മാനുഷികമാക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അൾജീരിയയിലെ സഭ മനുഷ്യത്വം, ഐക്യം, ശക്തി, വിശുദ്ധി എന്നിവ വിതയ്ക്കുന്നു. കർത്താവിന് മാത്രം അറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു, പാപ്പ പറഞ്ഞു. അൾജീരിയൻ ജനതയുമായി നടത്തിയ ഈ കൂടിക്കാഴ്ചയോടെയാണ് പാപ്പയുടെ ആഫ്രിക്കൻ യാത്രയുടെ ആദ്യ ദിവസം അവസാനിച്ചത്. ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ 2ാം ദിനത്തിൽ ലയോ 14 പാപ്പ വിശുദ്ധ അഗസ്റ്റീന്റെ നാട്ടിൽ എത്തിച്ചേർന്നു. അന്നബയിൽ എത്തിച്ചേർന്ന പാപ്പ അൾജീരിയസിലെ നഴ്സിംഗ് ഹോമിൽ സന്ദർശനം നടത്തുകയും വിശുദ്ധ അഗസ്റ്റീന്റെ ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. ഏപ്രിൽ 13 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ അൾജീരിയ, കെമറൂൺ, ആംഗോള, ഇക്വറ്റോറിയൽ ഗിനി എന്നീ രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.